വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ LBSൽ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്റെ ചാനലിൽ വന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, ചേച്ചി എനിക്ക് ഇത്ര മാർക്കുണ്ട്, എന്റെ ഈ മാർക്കിൽ എനിക്ക് എത്രാമത്തെ റാങ്ക് ആയിരിക്കും കിട്ടുന്നത്? അതൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2024 റാങ്ക് ലിസ്റ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എത്രത്തോളം റാങ്ക് കിട്ടുമെന്നുള്ളത്. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് ഇത് തന്നെയാണ് എന്നതല്ല നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കൂടെ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 2024 BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന്റെ റാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് കോളേജസിന്റെ മാത്രമാണ്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റേതല്ല. ഫസ്റ്റ് നമുക്ക് ഗവൺമെന്റ് കോളേജസിന്റേത് നോക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന കാറ്റഗറീസ് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് SM എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. ഇതെല്ലാം ഇൻഡെക്സ് മാർക്ക് അടിസ്ഥാനത്തിലുള്ള അഡ്മിഷൻ ലിസ്റ്റ് ആണ് കേട്ടോ. ദെൻ EW എന്ന് പറയുന്നത് എക്കണോമിക് വീക്കർ സെക്ഷൻ ആണ്. ദെൻ EZ ഈഴവ, MU മുസ്ലിം, BH എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഹിന്ദു, LC ലാറ്റിൻ കത്തോലിക്സ്, BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, KU കുടുംബി, ദെൻ DV ധീരവ, VK വിശ്വകർമ്മ, KN കുശകൻ, ദെൻ SC ST. ഇത്രയും കാറ്റഗറിയാണ് വരുന്നത്. ഫസ്റ്റ് BSc നഴ്സിംഗ് ഗവൺമെന്റ് കോളേജസ് ആയിട്ട് വരുന്നത് 14 കോളേജസ് ആണ്. അതിൽ എത്രത്തോളം മാർക്ക് അടിസ്ഥാനത്തിലാണ് കിട്ടിയിരിക്കുന്നത് എന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴയിൽ മാർക്ക്, അതായത് SM കാറ്റഗറിയിൽ വരുന്നത് 300 മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതായത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ EWക്ക് 299.17, EZന് 300, MUന് 299.17, BHന് 299.17, LCക്ക് 299.17. അങ്ങനെ മാർക്ക് ഡിഫറൻഷ്യൽ ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് എത്രത്തോളം കോളേജസിൽ എത്രത്തോളം മാർക്കിനാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ സാധിക്കുന്നതാണ്. ഇനി പാരാമെഡിക്കൽ അഡ്മിഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. BSc ഡയാലിസിസ് ടെക്നോളജി, അതായത് ഗവൺമെന്റ് കോളേജസിലെ മാത്രമായിട്ട് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ 298.34 ആ ഇൻഡെക്സ് മാർക്കിലുള്ള SM കാറ്റഗറി സ്റ്റുഡന്റിനാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ EW, EZ, MU, BH, LC, BX, KU, DV, VK, KN, SC ST ഇതിൽ ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലുള്ള മാർക്കിനാണ് കിട്ടിയിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് നോക്കി മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ ഒരുപാട് വായിച്ച് വീഡിയോ നീട്ടിക്കുന്നില്ല. അതുപോലെ BSc ഡയാലിസിസ് ടെക്നോളജി നമുക്ക് 5 കോളേജസിലാണ്, ഗവൺമെന്റ് കോളേജസിൽ 5 കോളേജസിലാണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് BSc ഒപ്റ്റോമെട്രി 2 കോളേജസിലാണുള്ളത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അതോടൊപ്പം എത്ര ഇൻഡെക്സ് മാർക്കിലാണ് ലാസ്റ്റ് അഡ്മിഷൻ, ഏത് കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത് എന്നും അതിൽ പറയുന്നുണ്ട്. ദെൻ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലുള്ള 3 കോളേജസ് ആണ് വരുന്നത്, അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് കണ്ണൂർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. എത്ര മാർക്കാണെന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ BSc ന്യൂക്ലിയർ മെഡിക്കൽ ടെക്നോളജി 1 കോളേജിലാണ് വരുന്നത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ദെൻ BSc പെർഫ്യൂഷൻ ടെക്നോളജി 3 കോളേജസിലാണ് വരുന്നത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. റാങ്ക് അടിസ്ഥാനത്തിലുള്ളതല്ല, ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് കേട്ടോ. ദെൻ BSc കാർഡിയോവാസ്കുലർ ടെക്നോളജിയിൽ 5 കോളേജസ് ആണ് വരുന്നത്, അതിന്റെ ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. BSc മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി 3 കോളേജസിലാണുള്ളത്, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് മാത്രമാണുള്ളത്. ദെൻ ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി 2 കോളേജസിലാണുള്ളത്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. ഇത് റാങ്ക് അടിസ്ഥാനത്തിലല്ല, ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാട്ടോ. പലരുടെയും കമന്റ് മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് റീചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജൂലൈ 12-ാം തീയതിയാണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, ജൂലൈ 15-ാം തീയതിയാണ് മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക. ഇതിന്റെ ഡേറ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.